ദിലീപിനെ ഭീഷണിപ്പെടുത്താൻ പൾസർ സുനി തനിക്ക് 2 ലക്ഷം രൂപ വാഗ്ദാനം ചെയ്തതായി പിടിയിലായ വിഷ്ണു പോലീസിന് മൊഴി നൽകി. ദിലീപിനെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ ഗൂഢാലോചന നടത്തിയത് ജയിലിനുള്ളിൽ വച്ചാണെന്നും വിഷ്ണു ചോദ്യം ചെയ്യലിൽ സമ്മതിച്ചു. ഇതിനെ തുടർന്ന് സുനിയെ കാക്കനാട് ജയിലിൽ പ്രത്യേക സെല്ലിലേക്ക് മാറ്റി. ഇതിനിടെ നടിയെ അപകീർത്തിപ്പെടുത്തുന്ന പ്രസ്താവന നടത്തിയവർക്കെതിരെ കേസെടുക്കാൻ പോലീസ് തീരുമാനിച്ചു. ദിലീപിനെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ പൾസർ സുനി നടത്തിയ ശ്രമങ്ങൾ സംബന്ധിച്ച വിവരങ്ങളാണ് പോലീസിന് ലഭിച്ചത്. ദിലീപിനെ ഭീഷണിപ്പെടുത്താൻ സുനി തനിക്ക് 2 ലക്ഷം രൂപ വാഗ്ദാനം ചെയ്തതായി പിടിയിലായ വിഷ്ണു അന്വേഷണ സംഘത്തോട് പറഞ്ഞു. ഭീഷണിക്കത്ത് കൈമാറാനും ഫോൺ വിളിച്ച് ഭീഷണിപ്പെടുത്താനുമായിരുന്നു ഇത്. ദിലീപിന് കത്ത് കൈമാറാൻ കഴിഞ്ഞില്ലെന്നും ആ കത്താണ് പോലീസിന് പിന്നീട് നൽകിയതെന്നും വിഷ്ണു പറഞ്ഞു. ദിലീപിന്റെ മാനേജരെയും നാദിർഷയെയും വിളിച്ചത് താനല്ലെന്നും പൾസർ സുനി തന്നെയാണെന്നും വിഷ്ണു ചോദ്യം ചെയ്യലിൽ സമ്മതിച്ചു. ഈ ഗൂഢാലോചനകളെല്ലാം നടന്നത് ജയിലിനുള്ളിലാണെന്നും അന്വേഷണ സംഘം കണ്ടെത്തി. ഇതിനെ തുടർന്ന് ജയിലധികൃതർ പൾസറിനെ പ്രത്യേക സെല്ലിലേക്ക് മാറ്റി. സഹതടവുകാരുമായുള്ള സമ്പർക്കം ഒഴിവാക്കുന്നതിനായാണ് നടപടിയെന്ന് ജില്ലാ ജയിൽ അധികൃതർ അറിയിച്ചു. വിഷ്ണു പരോളിൽ ഇറങ്ങിയ ശേഷം സുനിയെ നിരന്തരം ജയിലിലെത്തി സന്ദർശിച്ചിരുന്നുവെന്നും വ്യക്തമായി. ഈ സാഹചര്യത്തിലാണ് ജയിലിൽ സുനിക്ക് കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയത്. ഇതിനിടെ നടിയെ അപകീർത്തിപ്പെടുത്തുന്ന പ്രസ്താവന നടത്തിയവർക്കെതിരെ നടപടിയെടുക്കാനുള്ള തീരുമാനത്തിലാണ് പോലീസ്. നടിക്കെതിരെ പരസ്യമായും ഫേസ്ബുക്കിലൂടെയും രംഗത്തെത്തിയ പ്രമുഖർക്കെതിരെയാവും നടപടിയുണ്ടാവുക. ചലച്ചിത്ര താരങ്ങളായ ദിലീപ്, സലീം കുമാർ, അജു വർഗീസ് എന്നിവർക്കെതിരെയായിരുന്നു ഇത് സംബന്ധിച്ച പരാതിയുയർന്നത്. ഇത്തരക്കാർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് പീഡനത്തിനിരയായ നടി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. ന്യൂസ് ബ്യൂറോ, കൊച്ചി.